ഏറ്റവും ഒടുവിലായി ഷിരൂരിൽ നിന്ന് പുറത്തുവരുന്ന വിവരം അത് രക്ഷാദൗത്യത്തിന് ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കുന്നതിൽ തർക്കം എന്നാണ്. ഉന്നതതല യോഗത്തിൽ ഉത്തരകന്നഡ കളക്ടർ ലക്ഷ്മി പ്രിയ പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിച്ചു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. മുൻ തീരുമാനം നടപ്പിലാക്കണമെന്ന യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറും ഒപ്പം തന്നെ അരുൺ പാറക്കലും ചേരും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, നിർണായകമായ വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. അത് സ്പോട്ട് 4-ൽ ലോറിയുണ്ട് എന്നുള്ളതാണ്. ഇനി അവിടേക്ക് എത്തുക, അത് കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ സാധ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുക എന്നുള്ളതൊക്കെയാണ്. അവിടെയാണ് ഈ ഒരു തർക്കം. ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നു, ചില അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് ഇനി ഈ സ്പോട്ട് 4-ലുള്ള തിരച്ചിൽ അതെങ്ങനെയാണ് ആലോചിക്കുന്നത് ഷഫീ? റജിത്ത, നിലവിലത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇപ്പോഴും അവിടെ ഈ ഡെങ്കി ബോട്ടുകളിൽ അവിടെ ആളുകൾ ഗംഗാവാലി നദിയിലേക്ക് ഇറങ്ങി അവിടെ ഈ സ്പോട്ട് 4 കേന്ദ്രീകരിച്ച് തെരച്ചിലും പരിശോധനയും അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ മറ്റെന്തെങ്കിലും സമാന്തര വഴിക്ക് സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധനയാണ് പ്രധാനമായും അവിടെ നടക്കുക. അതായത് അവിടെ നിന്നുകൊണ്ട് ആ ജോഗ്രഫി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. നേരത്തെയും ഈ പുഴയ്ക്ക് നടുവിലെ മൺകൂന കേന്ദ്രീകരിച്ച ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടത് ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ ഇപ്പോൾ ഈ കാര്യം സ്ഥിരീകരിച്ചതുകൊണ്ടാണ്. അതായത് നദിയുടെ കരയിൽ നിന്നും ഏതാണ്ട് 132 മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ സ്പോട്ട് 4 ഉള്ളത്. ഈ സ്പോട്ട് 4-ലാണ് ട്രക്കുണ്ട് എന്ന ഐബോർഡ് ഡ്രോൺ സംഘം സ്ഥിരീകരിച്ചത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ, എങ്ങനെ അവിടേക്ക് മറ്റു കാര്യങ്ങൾ നടത്താം എന്നുള്ളൊരു തിരച്ചിൽ, എന്നുള്ളൊരു തീരുമാനം, പരിശോധന അതവിടെ നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ, അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ അവലോകന യോഗത്തിലുണ്ടായ തർക്കമാണ്. ഇന്നലെ വൈകിട്ട് കാർവാർ MLA ആയിരുന്നു ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണിയോട് നമ്മൾ ആ കാര്യം പറഞ്ഞു. അതായത് അവലോകന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായി. മാത്രവുമല്ല അത് അസാധ്യമാണ് എന്നുള്ള കാര്യം ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. അപ്പോഴേക്കും കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും സംസ്ഥാന സർക്കാരിന്റെ അക്കാര്യത്തിലെ വിയോജിപ്പ് അത് പറഞ്ഞു. കാർവാറിൽ നിന്നും ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഇവിടേക്ക് എത്തിക്കുന്നതിലെ ചില പ്രശ്നങ്ങൾ, ചില സാങ്കേതിക തടസ്സങ്ങളായിരുന്നു കർണാടക സർക്കാരിന്റെ ഭാഗമായി കാർവാർ ജില്ലാ ഭരണകൂടം അവിടെ അറിയിച്ചത്, കളക്ടർ അറിയിച്ചത്. അപ്പോഴേക്കും അത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ അങ്ങനെ ഒരു സാധ്യത നിങ്ങൾ പറയരുതായിരുന്നു, മറ്റൊരു വഴി തേടണം എന്നുള്ള കാര്യം കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ അവരെ ധരിപ്പിച്ചു. ഏതായാലും രാജസ്ഥാനിൽ നിന്ന് ഇത് എത്തിക്കാനുള്ള ഫ്ലോട്ടിംഗ് പാൻറ്റൂണുകൾ എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ്, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് ആ ശ്രമം ഉപേക്ഷിക്കാനാണ് കാർവാർ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ തിരച്ചിലിന്റെ മറ്റു കാര്യങ്ങളുമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ടഗ് ബോട്ടുകൾ എത്തിച്ചുകൊണ്ടുള്ളൊരു തിരച്ചിൽ അത് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. വൈകുന്നേരത്തോടു കൂടി ഈ പരിസര പ്രദേശത്ത് നിന്ന് എവിടെയെങ്കിലും ആ ടഗ് ബോട്ടുകൾ എത്തിക്കണം. ടഗ് ബോട്ടുകൾ എത്തിച്ചാൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ള ആ ഡൈവറെ എത്തിക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഡൈവ് ചെയ്യാൻ അവർ ആ സംഘത്തിന്, 8-അംഗ സംഘത്തിന് പെർമിഷൻ നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നേവി സംഘം ഒരു തീരുമാനമെടുക്കുക. നേവി ടെക്നിക്കൽ ടീം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും അവർക്ക് ഡൈവ് ചെയ്യാനുള്ള അനുമതി അത് നൽകുക. ശിരൂർ മേഖലയിൽ ഇപ്പോൾ കനത്ത മഴയുണ്ട്. അല്പസമയം മുൻപും കനത്ത മഴ പെയ്തു. നദിയിലെ അടിയൊഴുക്ക് അത് വീണ്ടും കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 7 നോട്ടിൽ നിന്ന് അത് താഴുന്നില്ല എന്നുള്ളത് ആശങ്കയാണ്. ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനം, ഈ ടഗ് ബോട്ട് കൊണ്ടുവന്നുള്ള രക്ഷാപ്രവർത്തനം, അതിനാണ് സാധ്യത കൂടുതലുള്ളത്. അതേസമയം ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് ആ ഒരു സാധ്യത, ആ ഒരു തീരുമാനം, അതിൽ നിന്ന് പിന്മാറാനാണ് നിലവിലിപ്പോൾ അവർ ആലോചിക്കുന്ന കാര്യം. റിജിത്ത, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോറി പോയിന്റ് 4-ലുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ തിരച്ചിൽ നടത്തുക, അതിനുശേഷം അവിടെ നിന്ന് ലോറി ഉയർത്തുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ദൗത്യസംഘം ആലോചിക്കുന്നത്. പക്ഷേ അതിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒരു സാധ്യത എന്നുള്ള നിലയിലായിരുന്നു ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു, ഒരു തർക്കമായി തന്നെ അത് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ഉന്നതതല യോഗത്തിൽ ഉത്തരകന്നഡ കളക്ടർ ലക്ഷ്മി പ്രിയ അത് എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിക്കുകയും കേരളത്തിൽ നിന്നുള്ള സംഘം അതിലുള്ള വിയോജിപ്പ് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അരുൺ പാറക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ പാറക്കൽ, ഇപ്പോൾ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഔദ്യോഗികമായ സ്ഥിരീകരണം എന്നുള്ള നിലയിൽ തന്നെ സ്പോട്ട് 4-ലുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. ഇപ്പോഴും അവിടെ പ്രതികൂലമായ കാലാവസ്ഥ തുടരുന്നു. കുത്തൊഴുക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറവ് വന്നിട്ടില്ല. ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. തുടർന്ന് സ്പോട്ട് 4-ലെ തിരച്ചിൽ അതെങ്ങനെയാണ് ആലോചിക്കുന്നത് അരുൺ പാറക്കൽ? രജിത, നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് 6-അംഗ സംഘം, അതായത് ഈ മഴ പെയ്യുന്നതിന് തൊട്ട് മുൻപ് ഏകദേശം 15 മിനിറ്റ് മുൻപാണ് ഈ 6-അംഗ സംഘം നാവികസേനയിലെയും NDRFിൻ്റെയും അംഗങ്ങൾ
ആ സ്ഥലത്തേക്ക് എത്തിയത്. സ്പോട്ട് പോയിന്റ് 4 എന്ന് അടയാളപ്പെടുത്തിയ ആ സ്ഥലത്തേക്ക്, അതായത് അവിടെയാണ് ഈ കണ്ടെയ്നർ ഉള്ളത്, ഈ ലോറി ഉള്ളതെന്നാണ് ഒടുവിൽ വന്ന സ്ഥിരീകരണം. അവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ ഇപ്പോൾ പരിശോധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 അംഗ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ ശിരൂർ മല ഇടിഞ്ഞ് 3 ബോട്ടുകൾ റീജിത്തെ ഇപ്പോൾ 3 ബോട്ടുകൾ ആ പ്രദേശത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യ ബോട്ടിൽ ഒരു ബോട്ടിൽ 6 അംഗ സംഘമായിരുന്നു ഉണ്ടായത്. വീണ്ടും ഇപ്പോൾ ഒരു 2 ബോട്ടുകൾ കൂടി ആ പ്രദേശത്തേക്ക് എത്തുന്നു. ഈ പരിശോധന നടത്തുന്നു. ആ നദിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. ഇപ്പോൾ അവർ നിൽക്കുന്നത് ഈ ശിരൂർ കുന്ന് ഇടിഞ്ഞ് നദിക്ക് നടുവിൽ രൂപപ്പെട്ട, നദിയുടെ ഒരു 150-200 കിലോമീറ്ററിനുള്ളിൽ രൂപപ്പെട്ട ചെറിയ മൺതുരത്തിലാണ് ഈ സംഘം, ദൗത്യ സംഘം നിൽക്കുന്നത്. 3 ബോട്ടുകളിലായി അവർ ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ കനത്ത മഴയും ദൃശ്യങ്ങൾ, അതായത് വിസിബിലിറ്റി ഇല്ലാത്ത തരത്തിലുള്ള മഴയും കാറ്റുമാണ് ഈ പ്രദേശത്തുള്ളത്. നമ്മുടെ ക്യാമറമാൻ BS രാഹുലാണ് ചിത്രങ്ങൾ പകർത്തുന്ന. ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശക്തമായ മഴയും ശക്തമായ കാറ്റും ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നു. ഒപ്പം വെളിച്ചക്കുറവുണ്ട്. ഇപ്പോൾ വെളിച്ചക്കുറവ് ഇടയ്ക്ക് മാറുന്നുണ്ടെങ്കിലും ഈ കൊങ്കൺ ടെറൈൻ്റെ പ്രത്യേകത എപ്പോൾ വേണമെങ്കിലും ഇരുട്ട് മൂടാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ തുരുത്തിൽ, അതായത് ആ മൺതുരുത്തിലാണ് ഇപ്പോൾ ഈ സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരു ബോട്ടിലെ സംഘം മൺതുരുത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു. എന്തായാലും മഴ മാറിയാൽ, ഈ കാലാവസ്ഥ അനുകൂലമായാൽ നദിയിലെ ഒഴുക്ക് അതിൻ്റെ ഒരു വേഗതയൊക്കെ പരിശോധിച്ചുകൊണ്ട് ഈ സ്പോട്ട് 4 എന്ന് അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. റീജിത്ത്, അരുൺ പാറയ്ക്കൽ, രാവിലെയൊക്കെ കാലാവസ്ഥ അല്പം അനുകൂലമായി നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിശക്തമായ മഴയുണ്ട്. മഴയില്ലാത്ത സമയത്ത് തന്നെ അവിടെയുള്ള കുത്തൊഴുക്കിൻ്റെ വേഗം അത് നമുക്കറിയാവുന്നതാണ്. അത് 6.87 എന്നുള്ള നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് താഴേക്ക് വന്നിട്ടുമില്ല. അതിനിടയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പരിശോധന അത് സാധ്യമാകാത്ത സാഹചര്യവും ഉണ്ടല്ലോ അരുൺ പാറയ്ക്കൽ. റീജിത്തെ, പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ പ്രതിസന്ധി കാലാവസ്ഥ മാത്രമാണ്. കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും ഈ ശക്തമായ മഴ, തുള്ളിക്കൊരുകൂടം എന്ന കണക്ക് ശക്തമായ മഴ പെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ മഴയോടൊപ്പം ഉണ്ടാകുന്ന കാറ്റിൽ നദിയിൽ ഈ ബോട്ടുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലതവണ വന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ ഈ 3 ബോട്ടുകൾ സംഘം അവിടേക്ക് എത്തുകയും അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അവിടെ നിന്ന് മാറിപ്പോകുന്ന കാഴ്ച, അവിടെ നിന്ന് മാറി തിരിച്ച് കരയിലേക്ക് കയറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തൊട്ടപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് ഈ നാവികസേനയുടെയും അതുപോലെ തന്നെ NDRFൻ്റെയും ആർമിയുടെയും സംഘം അവർ പ്രത്യേക യോഗം ചേർന്നു. ആ യോഗം ചേർന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ സംഘം, അതായത് ഈ ബോട്ടിലുള്ള സംഘം ഇവിടേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർ നദിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളെക്കുറിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ അടിയൊഴുക്ക് രൂക്ഷമായ നദിയിൽ എങ്ങനെയാണ് ഈ അടിയൊഴുക്കിനെ ഭേദിച്ചുകൊണ്ട് അതിനെ ചെറുത്തുകൊണ്ട് ഈ ലോറിക്കടുത്തേക്ക് എത്തുക എന്നത് അവർ ആലോചിക്കുന്നുണ്ട്. എന്തായാലും പരിശോധന തുടരുകയാണ്. റീജിത്ത്, അരുൺ പാറയ്ക്കൽ, ഇപ്പോൾ ഡൈവിങ്ങിന് പറ്റിയൊരു സാഹചര്യമല്ല. വലിയ രീതിയിലുള്ള കുത്തൊഴുക്കുണ്ട്. പകരം സംവിധാനം എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും ആലോചിച്ചിരുന്നു. ഈ പ്രതികൂലമായ കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ തേടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂണൊക്കെ എത്തിക്കുക എന്നുള്ളതൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ അതുപോലും ഇപ്പോൾ അനിശ്ചിതത്വത്തിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിശക്തമായ മഴ അവിടെ തുടരുകയും ചെയ്യുന്നു. ഡൈവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. അതിനിടയിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? എന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതോ അത്തരത്തിലുള്ള എന്തെങ്കിലും ആലോചനകൾ ഉണ്ടാകുന്നുണ്ടോ അരുൺ പാറയ്ക്കൽ? റിജിത്ത്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 4 ബോട്ടുകൾ, അതായത് ഈ നാവികസേനയുടെ 5 ബോട്ടുകളുണ്ട്. റിജിത്ത്, നാവികസേനയുടെയും അതുപോലെ തന്നെ NDRFൻ്റെയും ബോട്ടുകളുണ്ട്. ഒപ്പം 2 പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ കൂടി, ചെറിയ വഞ്ചികൾ കൂടി അവിടേക്ക് എത്തിയിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ സഹായം കൂടി ഈ സംഘം, അതായത് ദൗത്യ സംഘം തേടിയിരിക്കുന്നു. ഈ പരിശോധനയ്ക്ക് വേണ്ടി ഈ ഒരു നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തുന്നു. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
മൂന്ന് വഞ്ചികളുണ്ട്. അതായത് ഈ ഒരു സംഘത്തിൻ്റെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ 3 ബോട്ടുകൾ, ചെറിയ വഞ്ചികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരും ഈ പരിശോധനയിൽ പങ്കാളികളാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നാവികസേനയുടെയും NDRFിൻ്റെയും 3 ബോട്ടുകൾ കൂടി, ഡിങ്കി ബോട്ടുകൾ കൂടി ഇവിടേക്ക് എത്തി ആ പ്രദേശത്ത്, അതായത് ആ മൺകൂനയിൽ ആ തുരുത്ത് പോലെ രൂപപ്പെട്ട ആ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരിപ്പോഴും പരിശോധന തുടരുകയാണ്. സാധ്യത എന്ന് പറയുന്നത് ഈ നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ആളുകൾ, അതായത് ആ പ്രദേശത്തെ ഉദ്യോഗസ്ഥരുടെ സംഘം, ഒരുപാട് ഉദ്യോഗസ്ഥരുടെ സംഘമുണ്ട്. കൂടിയത് ഒരു 15ഓളം ആളുകൾ ആ പ്രദേശത്തുണ്ട്, ആ തുരുത്തിലുണ്ടെന്നാണ് നമുക്കിപ്പോൾ ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ആ നദിയിലേക്ക് ഇറങ്ങാനുള്ള, അല്ലെങ്കിൽ ആ നദിയുടെ ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തുന്നത്. അവർ ഈ ബോട്ടിൽ നിന്ന് ഈ തുരുത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, മൺകൂനയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ചില ആളുകൾ ഈ നദിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഈ ലോറി കണ്ടെത്തിയ ആ സ്ഥലത്താണ് ഈ സംഭവം. അതായത് ആ സ്പോട്ടിൽ തന്നെയാണ് ഈ വഞ്ചിയും ബോട്ടുമെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ തെരച്ചിൽ പരിശോധന തുടരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്, വെളിച്ചം വന്നിട്ടുണ്ട്. ഈ ഒരു അനുകൂല സമയം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ നദിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇനിയൊരു മഴ പെയ്യുന്നതിന് മുൻപ് ആ നദിയിലേക്ക് ഇറങ്ങി ഈ കണ്ടെയ്നർ അല്ലെങ്കിൽ ഈ ലോറിയുടെ സാന്നിധ്യം അത് കൃത്യമായി സ്ഥിരീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ ബോട്ടുകൾ ഇവിടേക്ക് എത്തുന്നു, കൂടുതൽ വഞ്ചികൾ, അതായത് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ കൂടുതൽ വഞ്ചികൾ ഇവിടേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ സംഘം നദിക്കടിയിലേക്ക്, നദിക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. റീജിത്ത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് 4-ൽ നിന്നുള്ള ദൃശ്യങ്ങളാണത്. അവിടെയാണ് ലോറിയുണ്ട് എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം എവിടെയാണ് ലോറി ഉള്ളത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു, അത് ലൊക്കേറ്റ് ചെയ്യുന്നു. ഇനി അവിടെ നിന്ന് ലോറി ഉയർത്തുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതിന് ഒരുപാട് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, കാലാവസ്ഥ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ മുന്നിലുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നിലവിലുള്ള സംവിധാനങ്ങൾക്ക് അതിന് കഴിയില്ല എന്നുള്ളതുകൊണ്ട് മറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇന്നലെ പോയത്. പക്ഷേ അതിൽ തന്നെ വെല്ലുവിളികൾ നേരിടുന്നു. ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കുന്നതിലടക്കം അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് എന്ന് പറയുന്നു. അത് ചില സാധ്യതകൾ തേടാൻ വേണ്ടിയായിരുന്നു അത് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ അതിലൊരു തർക്കം എന്നുള്ള നിലയിലേക്ക് തന്നെ അത് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരം. ഉന്നതതല യോഗത്തിൽ ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മി പ്രിയ തന്നെ അത് എത്തിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിച്ചു. മുൻ തീരുമാനം നടപ്പാക്കണം എന്നുള്ള ആവശ്യം കേരളത്തിൽ നിന്നുള്ള സംഘം ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു.